ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ഏജൻസിനെ കുറിച്ചാണ്. എന്താണ് സോഫ്റ്റ്വെയർ ഏജൻസ്, എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്, ഏതൊക്കെ ടൈപ്പിലുള്ള സോഫ്റ്റ്വെയർ ഏജൻസ് ഉണ്ട്, എന്തൊക്കെയാണ് എക്സാമ്പിൾസ്, എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് ഒരു സോഫ്റ്റ്വെയർ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇത് ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. യൂസർക്ക് വേണ്ടി പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ടാസ്കുകൾ പെർഫോം ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണിത് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്നും നമുക്ക് സോഫ്റ്റ്വെയർ ഏജൻറ്റിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പറയാവുന്നതാണ്. മെയിനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഏജൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഡിസിഷൻസ് എടുക്കാൻ കഴിയും, മറ്റു ഏജൻറ്റുകളുമായിട്ടും സിസ്റ്റമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യാൻ കഴിയും. ഇങ്ങനെ കുറേ പ്രത്യേകതകൾ ഈ സോഫ്റ്റ്വെയർ ഏജൻറ്റിനുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും എന്താണ് ഒരു സോഫ്റ്റ്വെയർ ഏജൻറ്റ്. ഇപ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞു, എന്താണ് യൂസറിന് വേണ്ടി ആക്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണിത്, അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണിത്, അല്ലെങ്കിൽ ഗോൾ എയിം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണിത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും സിമ്പിളായിട്ട് നമുക്കതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ChatGPT, നമ്മളുടെ അലക്സ, സിറി പോലെയുള്ള സോഫ്റ്റ്വെയർ ഏജൻസ്, അത് സോഫ്റ്റ്വെയർ ഏജൻസാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ സോഫ്റ്റ്വെയർ ഏജൻറ്റിന് മെയിനായിട്ട് എക്സാമ്പിളായിട്ട്. പിന്നെ നമ്മുടെ സെർച്ച് എൻജിൻസൊക്കെ സോഫ്റ്റ്വെയർ ഏജൻസാണ്. അതായത് അവരുടെ ആ ഒരു ഫങ്ഷനാലിറ്റി വെച്ചിട്ട് നമുക്കിതൊക്കെ സോഫ്റ്റ്വെയർ ഏജൻ്റാണ് എന്ന് പറയാവുന്നതാണ്. ഇനി ഒരു സോഫ്റ്റ്വെയർ ഏജൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ഓട്ടോണമിയാണ്. അതായത് നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഡയറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഇത്തരം സോഫ്റ്റ്വെയർ ഏജൻസിന് കഴിയും. പിന്നെ വരുന്നത് റിയാക്ടിവിറ്റിയാണ്. അതായത് നമ്മുടെ സറൗണ്ടിങ്ങിൽ നിന്ന്, അതായത് മെഷീൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ സറൗണ്ടിങ്ങിൽ നിന്ന്, എൻവിറോൺമെൻറ്റിൽ നിന്ന് പെർസീവ് ചെയ്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യാൻ ഇത്തരം സോഫ്റ്റ്വെയർ ഏജൻറ്റുകൾക്ക് കഴിയും. അതാണ് രണ്ടാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ വരുന്നത് പ്രോ ആക്ടിവിറ്റിയാണ്. അതായത് എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അത് തന്നെ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് സോഷ്യൽ എബിലിറ്റിയാണ്. മറ്റുള്ള ഏജൻറ്റുകളുമായിട്ടോ സിസ്റ്റംസുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ സോഫ്റ്റ്വെയർ ഏജൻറ്റുകൾക്ക് കഴിയും. പിന്നെ പേഴ്സിസ്റ്റൻസ് ആണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാനും അതിൻ്റെ ആ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ഈ സോഫ്റ്റ്വെയർ ഏജൻസിന് കഴിയും. കാരണം അതിന് മനുഷ്യനെ പോലെ ലേസിനെസ് ഒന്നുമില്ല. എന്ത് വാക്കാണോ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ആക്റ്റീവായിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ സോഫ്റ്റ്വെയർ ഏജൻറ്റിന് കഴിയും. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ഓട്ടോണമി പറഞ്ഞു, റിയാക്ടിവിറ്റി പറഞ്ഞു, പ്രോ ആക്ടിവിറ്റി പറഞ്ഞു, സോഷ്യൽ എബിലിറ്റി, പേഴ്സിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് മെയിനായിട്ടുള്ള കുറേ പോയിന്റുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇനി പറയാനുള്ളത് സോഫ്റ്റ്വെയർ ഏജൻസിൻ്റെ ടൈപ്സ് ആണ്. ഏതൊക്കെ ടൈപ്പിലുള്ള സോഫ്റ്റ്വെയർ ഏജൻസ് ഉണ്ട്? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു സിറി, അലക്സ, ChatGPT എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടൈപ്പ് മാത്രമേ ആവുന്നുള്ളൂ. പല ടൈപ്പിലുള്ള സോഫ്റ്റ്വെയർ ഏജൻസും അവൈലബിൾ ആണ്. ഒന്നാമത്തെ ടൈപ്പ് സിമ്പിൾ റിഫ്ലെക്സ് ഏജൻസ് ആണ്. അതായത് നമുക്ക് ചുറ്റുമുള്ള സ്റ്റിമുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ആവാം. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് സറൗണ്ടിങ്ങിൽ ഉണ്ടാവുന്നതിന് നമുക്ക് സ്റ്റിമുലി എന്ന് പറയും. എന്തെങ്കിലും ഒരു പ്രേരണ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് സ്റ്റിമുലി എന്ന് പറയാം. അങ്ങനെ നമ്മൾ ചുറ്റുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ആക്ടിന് ഡയറക്റ്റ്ലി റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ സിമ്പിൾ റിഫ്ലെക്സ് ഏജൻറ്റ് എന്ന് പറയുക. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തെർമോസ്റ്റാറ്റ്സ് ആണ്. അതായത് നമ്മുടെ റൂമിലുള്ള ടെമ്പറേച്ചറൊക്കെ മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. സോ അത്തരം ഏജൻറ്റുകളെ നമ്മൾ സിമ്പിൾ റിഫ്ലെക്സ് ഏജൻറ്റ് എന്ന് പറയും. പിന്നെ മോഡൽ ബേസ്ഡ് ഏജൻറ്റ് ഉണ്ട്. അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഇൻറ്റേർണലി എന്ത് ചെയ്യാൻ കഴിയും, ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്ന ടൈപ്പിലുള്ള ഏജൻസ്. അതൊന്നുകൂടെ ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസാണ് അതിലൂടെ കിട്ടുക. പിന്നെ ഗോൾ ബേസ്ഡ് ഏജൻസ് ഉണ്ട്. അതായത് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വേണ്ട ആക്ഷൻസൊക്കെ എടുക്കാൻ പറ്റുന്ന ഏജൻറ്റുകളുണ്ട്. പിന്നെ യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻ്റ് ഉണ്ട്, മാക്സിമൈസ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഫങ്ഷനൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് യൂട്ടിലിറ്റിയെ മാക്സിമൈസ് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏജൻറ്റുകളുണ്ട്.
പിന്നെ ലേണിംഗ് ഏജൻറ്റുകളുണ്ട്. നമ്മളുടെ സറൗണ്ടിങ്ങിൽ നിന്ന് ഓവർ ടൈം ലേൺ ചെയ്ത് പെർഫോമൻസ് ബെസ്റ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഏജൻസ് ഉണ്ട്. പിന്നെ മൾട്ടി ഏജൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഏജൻസ് ആയിരിക്കും. കോംപ്ലക്സ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഏജൻസ് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് കൊണ്ടുപോകും. ഇത്രയാണ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഏജൻസ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ടൈപ്സ് ഡിസ്കസ് ചെയ്തത്? ആദ്യം സിമ്പിൾ റിഫ്ലക്സ് ഏജൻറ്റ് പറഞ്ഞു, പിന്നെ മോഡൽ ബേസ്ഡ് ഏജൻറ്റ് പറഞ്ഞു, ഗോൾ ബേസ്ഡ് ഏജൻറ്റ്, യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ്, ലേണിംഗ് ഏജൻറ്റ്, മൾട്ടി ഏജൻറ്റ് സിസ്റ്റം. ഇത്രയും ടൈപ്പിലുള്ള സോഫ്റ്റ്വെയർ ഏജൻറ്റ്സ് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. ഇനി പറയാനുള്ളത് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെയാണ് നമ്മളുടെ സോഫ്റ്റ്വെയർ ഏജൻറ്റിൽ വരുന്ന എക്സാമ്പിൾസ്? ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. ചാറ്റ് ബോട്ട്സ് ആൻഡ് വെർച്വൽ അസിസ്റ്റൻസ്. നമ്മൾ യൂസർ അല്ലെങ്കിൽ മനുഷ്യന് വെർച്വൽ അസിസ്റ്റൻറ്റുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഏജൻറ്റുകളാണ് ഫസ്റ്റ് എക്സാമ്പിൾ പറയുന്നത്. എക്സാമ്പിളായിട്ട് ChatGPT ഉണ്ട്, അലക്സ ഉണ്ട്, സിറി ഒക്കെ ഉണ്ട്. പിന്നെ വെബ് ക്രോളേഴ്സ് ഉണ്ട് ഫോർ ഇൻഡെക്സിങ് ദ ഇൻ്റർനെറ്റ്. അതായത് നമ്മൾ എന്ത് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു ഇൻഡെക്സ് നമ്മൾ അതിനകത്ത് ക്രൗളറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഇൻ്റർനെറ്റിൽ ഇത് എത്രത്തോളം പോസിബിൾ ആണെന്നും, അതായത് അതിൻ്റെ ഒരു വെബിൽ ഇത് മാക്സിമത്തിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകുന്നതാണ് ഈ വെബ് ക്രൗളേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ റെക്കമെൻഡേഷൻ എൻജിൻസ് ഉണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലൊക്കെ നമുക്കറിയാം, നമ്മളെന്തെങ്കിലും മനസ്സിൽ കരുതുമ്പോൾ നമ്മളെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്ത് വരുന്നത് കാണാം. കുറച്ച് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത്തരം ഏജൻറ്റുകളുണ്ട്. അതിനെയാണ് റെക്കമെൻഡേഷൻ എൻജിൻസ് എന്ന് പറയുക. പിന്നെ സ്റ്റോക്ക് ട്രേഡിംഗ് ബോർഡ്സ് ഉണ്ട്. അത് ട്രേഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള സോഫ്റ്റ്വെയർസാണ്. പിന്നെ സ്മാർട്ട് ഹോം കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചില ടൈപ്പിലുള്ള സോഫ്റ്റ്വെയർ ഏജൻറ്റ്സ് ഉണ്ട്. ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഏജൻറ്റിൽ വരുന്ന എക്സാമ്പിൾസ്. ഏതൊക്കെയാണ് പറഞ്ഞത്? ചാറ്റ് ബോർഡ്സ്, വെർച്വൽ അസിസ്റ്റൻസ്, വെബ് ക്രൗളേഴ്സ്, റെക്കമെൻഡേഷൻ എൻജിൻസ്, സ്റ്റോക്ക് ട്രേഡിംഗ് ബോർഡ്സ്, സ്മാർട്ട് ഹോം കൺട്രോളേഴ്സ്. ഇത്രയുമാണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന എക്സാമ്പിൾസ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സോഫ്റ്റ്വെയർ ഏജൻറ്റിനെ കുറിച്ച് നമുക്ക് ബേസിക്കായിട്ട് പറയാനുള്ളത്. ആദ്യം തന്നെ എന്താണ് സോഫ്റ്റ്വെയർ ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു? യൂസറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് സോഫ്റ്റ്വെയർ ഏജൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ടാസ്കുകൾ പെർഫോം ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് സോഫ്റ്റ്വെയർ ഏജൻറ്റ്. അതല്ലെങ്കിൽ സം ഗോൾസിന് വേണ്ടി മാത്രം എയിം ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് സോഫ്റ്റ്വെയർ ഏജൻറ്റ്. ഇങ്ങനെ നമ്മൾ ഓരോ രീതിയിലും ഡിഫൈൻ ചെയ്യാൻ കാരണം ഇത്രയും ഫങ്ഷണാലിറ്റി സോഫ്റ്റ്വെയർ ഏജൻറ്റിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ സോഫ്റ്റ്വെയർ ഏജൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും, ഡിസിഷൻ മേക്കിംഗ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും, മറ്റുള്ള ഏജൻറ്റുകളുമായിട്ടും സിസ്റ്റമായിട്ടൊക്കെ ഈസിലി ഇൻറ്ററാക്ട് ചെയ്യാനും കഴിയും. പിന്നെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഓട്ടോണോമി ഉണ്ട്, റിയാക്ടിവിറ്റി ഉണ്ട്, പ്രോ ആക്ടിവിറ്റി ഉണ്ട്, സോഷ്യൽ എബിലിറ്റി ഉണ്ട്, പെർസിസ്റ്റൻസ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. സിമ്പിൾ റിഫ്ലക്സ് ഏജൻറ്റ്സ്, മോഡൽ ബേസ്ഡ് ഏജൻറ്റ്സ്, ഗോൾ ബേസ്ഡ് ഏജൻറ്റ്സ്, യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ്സ്, ലേണിംഗ് ഏജൻറ്റ്സ്, മൾട്ടി ഏജൻറ്റ് സിസ്റ്റംസ്. ഇത്രയും ടൈപ്പുകളും കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. അതും എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ എക്സാമ്പിൾസ് ആണ് ചാറ്റ് ബോർഡ്സ്, വെർച്വൽ അസിസ്റ്റൻസ്, വെബ് ക്രൗളേഴ്സ്, റെക്കമെൻഡേഷൻ എൻജിൻസ്, സ്റ്റോക്ക് ട്രേഡിംഗ് ബോർഡ്, സ്മാർട്ട് ഹോം കൺട്രോളേഴ്സ് എക്സെട്ര. ഒരുപാട് ടൈപ്പുകളുണ്ട്. നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് ടൈപ്പുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കോൺസെപ്റ്റുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.